3000 രൂപ പുതിയതിന്. ഇതിന് 1000 രൂപ അല്ലേ? NS-ന്റെ അല്ലേ ഇത്? 700 രൂപ അല്ലേ? 400 രൂപ ആണല്ലോ. റെയിൻ കാർഡ് കയറ്റിയാടെ ഇത് സ്റ്റിക്കർ സൈസ് ഉണ്ട്. നോക്കി, ബൈക്കിൻ്റെ ഇഷ്ടംപോലെ സ്പെയർ കേട്ടോ. നോക്കി, ഇതെല്ലാം സൈലൻസറാണ് കൂടുതൽ. ഹായ് മച്ചാമാരെ, അങ്ങനെ കുറേ ദിവസം കൂടി നമ്മളിന്ന് സ്പെയറിന് വീഡിയോ ചെയ്യുമ്പോൾ കേട്ടോ. സെക്കൻഡ് സ്പെയറിൻ്റെ സ്ഥലം വേറെ എവിടെയില്ല, നമ്മുടെ തൊഴിൽ തന്നെയാണ്. തൊഴിൽ ഇസ്മായിലിക്കട സ്പെയർ കട. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ഇഷ്ടംപോലെ ഇതുപോലെ സ്പെയറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് 1-2 കാര്യം പറയാം. നമ്മുടെ വീഡിയോ കണ്ട് സ്പെയർ വാങ്ങിക്കാൻ പോകുന്നവർ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക, അവരുടെ സ്പെയർ ഷോപ്പിൻ്റെ നമ്പർ. അപ്പോൾ അതിൽ വിളിക്കുക, വില വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യുക. അതുപോലെ സാധനം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് മാത്രം വാങ്ങിക്കാൻ പോവുക. കാരണം നമ്മുടെ വീഡിയോ കുറേ ഇതുപോലെ സെക്കൻഡ് സ്പെയറിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് മാറ്റമുണ്ട്. അതുപോലെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും വില കൂട്ടി പറയാൻ അങ്ങനെ കുറേ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം എല്ലാവരും വിളിച്ച് വെച്ചിട്ട് പോവുക. നമ്മളിപ്പോൾ കുറേ ദിവസം കൂടി സെക്കൻഡ് സ്പെയറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇസ്മായിലിക്കട ഷോപ്പ്, അവിടെ ഇഷ്ടംപോലെ വണ്ടിയുടെ സ്പെയർ ഉണ്ട്. അത് മാത്രമല്ല അവർക്ക് പുതിയ ഷോപ്പ് ഒരെണ്ണം വരാനുണ്ട് നമ്മുടെ വെങ്ങല്ലൂർ. അപ്പോൾ അവിടെ എല്ലാ വണ്ടികളുടെ സ്പെയർ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വരുന്നവർക്ക് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയിലൊക്കെ ഇതുപോലെ സെക്കൻഡ് സ്പെയർ വെക്കുന്ന ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം കേട്ടോ. നമ്മളവിടെ വീഡിയോ ആയിരിക്കും. അതുപോലെ ഇസ്മായിലിക്കട ഷോപ്പിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് പോവാം. ഓക്കെ, ബാ. നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. നിൽക്കാം. നമസ്കാരം. ഈ കറക്റ്റ് ലൊക്കേഷൻ എവിടെയത്? ഇത് മൂലക്കുടം മാവഞ്ചോട്. മൂലക്കുടം മാവഞ്ചോടല്ലേ? ഇവിടെ എന്തൊക്കെ വണ്ടികളുടെ സ്പെയർ ഉണ്ട്? അതായത് കാർ മാത്രമേ ഉള്ളൂ അതോ കാറും? എല്ലാ വണ്ടികളും ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. നമുക്ക് ബൈക്ക്, കാറുകൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ വണ്ടികളും. അപ്പോൾ നമുക്ക് കണ്ടാലോ? കാണാം. എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തുടങ്ങണോ അതോ ഇവിടെ നിന്ന് തുടങ്ങണോ? ഇത് സ്ക്രാപ്പാണ്. സ്ക്രാപ്പല്ലേ ഇത്? ഇത് സ്ക്രാപ്പിൻ്റെ ആണ്. അല്ല, അവിടെ കുറേ വണ്ടികളൊക്കെ സ്പെയർ ആണ് ആ സൈഡിലൊക്കെ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? സ്പെയർ വല്ലതും ഉണ്ടോ? അകത്ത് നമ്മൾ തുടങ്ങിയാലോ? അവിടെ വണ്ടിയിലൂടെ എടുത്ത് പൊളിക്കുകയും ചെയ്യും അല്ലേ? നമ്മുടെ വണ്ടിയോട് നമുക്ക് പൊളിക്കാനും പറ്റും. ഇവിടെ കൊണ്ടുവന്നാൽ എല്ലാ വണ്ടിയും പൊളിക്കാം അല്ലേ? സറണ്ടർ ചെയ്യണോ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ബൈക്കിൻ്റെ ഉണ്ട്, കാറിൻ്റെ ഉണ്ടല്ലേ? എല്ലാ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അല്ലേ? 2021 വാഗനാറിന്റെ ലൈറ്റുകൾ. ഇത് പുതിയ മോൾ വാഗനാറിൽ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതിനെന്നാ വില ഏകദേശം? 1000 രൂപ അല്ലേ? അത് തൂത്തമായ പുതിയതുകൊണ്ടിരിക്കൂലേ? കുടിയേറിയിരിക്കുന്ന കാരണം എല്ലാ വണ്ടിയുടെ സാധനങ്ങളുണ്ട്. ഒന്ന് ജസ്റ്റ് അത് ആയിരിക്കുന്നൊക്കെയോ? ഇതൊക്കെ ഈ വണ്ടി ഇതിന്റെ ലൈറ്റാ. ഈ സൈഡ് മിറർ അല്ലേ? ഈ സൈഡ് മിററൊക്കെ എന്നാ വില കൊണ്ടിരിക്കുക? സൈഡ് മിററൊക്കെ 300 രൂപ, 400 രൂപ, 300 400 രൂപ മുതലേ. ഓരോ വണ്ടികളുടെ പുതിയ 4000 രൂപയ്ക്ക് വിലയുണ്ട്. ഇതെല്ലാ വണ്ടികളുടെ AC കാര്യങ്ങളാണ്. ഈ AC കംപ്രസറാണ് ഇത് സെൽഫ് മോട്ടോർ ഡൈനാമോ. സെൽഫ് മോട്ടോർ ഡൈനാമോ AC കംപ്രസർ. ഇത് ഏതൊക്കെ വണ്ടി ഇപ്പം ഇരിക്കുന്ന ഏതൊക്കെ വണ്ടികളുടെ ഉണ്ട്? എല്ലാ വണ്ടികളും. ലോഗൻ, ഇൻഡിക്ക, ഓമിനി 800 എല്ലാ വണ്ടികളും. ഇത് നമ്മുടെ റിറ്റ്സിന്റെ ഒക്കെ കിട്ടാൻ വലിയ വിലയുണ്ടോ? റിറ്റ്സ് ഇല്ല, അത് അടുത്ത ദിവസം പൊളിക്കാൻ തുടങ്ങുന്നു. റിറ്റ്സ് എല്ലാ വണ്ടികളും, പുതിയ വണ്ടികളും എല്ലാം ഉണ്ട്. ഇത് ഉണ്ടല്ലേ? ECM ഉണ്ടല്ലോ. അത് ECM ഇതൊക്കെ പുതിയ നല്ല വില വരുന്ന സാധനങ്ങളല്ലേ? ഇത് ഭയങ്കര ഇതെല്ലാം ECM. ഈ നമ്മുടെ ഈ ECM നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ ECM ഏകദേശം എന്നാ വിലയോ? അതൊരു 5 രൂപ 6 രൂപ കൊടുക്കും. 5 രൂപ 6 രൂപ അല്ലേ? ഇവിടെ നമുക്ക് വില മറ്റേ യൂസർ വാറണ്ടി വില കിട്ടുന്നുണ്ടോ? അങ്ങനെ അതൊന്നുമില്ല. വർക്കിംഗ് വാറണ്ടി വർക്കിംഗ് വാറണ്ടി ഉത്തരവാദിത്തമുണ്ട്. വർക്കിംഗ് വാറണ്ടി ഉണ്ടല്ലേ? വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് ഉത്തരവാദിത്തമുണ്ട്. അതുണ്ടല്ലോ, എന്ത് സാധനം എടുത്താലും ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ. അപ്പോൾ ECM കാര്യങ്ങളൊക്കെ ഇത് കുറേ ഉണ്ടല്ലോ. ഇത് കാണുന്ന മൊത്തം ECM അല്ലേ സംഭവങ്ങളൊക്കെ? ഇതെല്ലാം ECM. ഈ വരുന്നതൊക്കെയോ? അത് ബൈക്കിന്റെ കാർബറേറ്ററുകളാണ്. ബൈക്കിന്റെ കാർബറേറ്റർ ഉണ്ടല്ലേ? പൾസറിന്റെ കാർബറേറ്റർ എന്നാ വിലയോ? അത് 1000 രൂപ. 1000 രൂപ അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഇതുണ്ട്, നമ്മുടെ ഈ തോട്ടിൽ ബോഡി ഉണ്ടോ? തോട്ടിൽ ബോഡി അതൊക്കെ റിറ്റ്സിന്റെ കിടപ്പുണ്ടോ? അത് ഈ റിസ്ക് കാരണം റിസ്ക് കിട്ടാൻ കുറച്ച് പാടാതെ ചോദിച്ചു. റിസ്കിന്റെ ഉണ്ടെന്ന് ചോദിക്കുന്നത്. റിസ്ക് അടുത്ത് തന്നെ വരും. എല്ലാ വണ്ടികളുടെയും വരൂല്ലേ? ഈ സ്വിഫ്റ്റിന്റെ ഒക്കെ അതിനൊക്കെ എന്നാ വില? തോട്ടിൽ ബോഡിക്കൊക്കെ ഏകദേശം 3000 രൂപ അല്ലേ? ഓക്കെ. അതിന്റെ ഇത് ഇതിന്റെ ഗിയർബോക്സ് സാൻഡ്രോ സിംഗ് അല്ലേ? ഗിയർ ബോക്സ് വർക്കിംഗ് കണ്ടീഷൻ അല്ലേ? ഓക്കെ. അകത്തുണ്ടല്ലേ? പിന്നെ ഇത് ക്ലച്ചുകൾ, ഇതിന്റെ നാനോ ക്ലച്ച് ഡിസ്ക്. നാനോയ്ക്കൊക്കെ ക്ലച്ച് ഡിസ്ക് ഒക്കെ സ്പാർക്കിന്റെ ഉണ്ടോ? സ്പാർക്കിന്റെ ഒക്കെ സ്പെയറിന് ഈ ക്ലച്ച് ഡിസ്ക് ഒക്കെ എന്നാ വില ഏകദേശം? അത് 1000 രൂപ. 1000 രൂപയൊക്കെ ഉള്ളല്ലേ? അത് AC ബ്ലോവർ അല്ലേ? അതിന്റെ മോട്ടർ ആയതല്ല. AC ബ്ലോവർ മൊത്തം അല്ലേ? മോട്ടറല്ലേ അതിന്റെ? ഇത് മറ്റേ ഇതൊക്കെ ഉണ്ടോ? വേഴ്സി ഒക്കെ ഉണ്ടോ? അതെ, വേഴ്സി ഒക്കെ കിട്ടാൻ കുറച്ച് വെള്ളം ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിങ് എന്നാ വില ഉണ്ട്? സ്റ്റാർട്ടിങ് പറഞ്ഞാൽ നമ്മൾ 600 750 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഈ കാണുന്ന ഈ ടാങ്കിന് എത്ര രൂപയോ? പൾസറിന്റെ ഒക്കെ 1500 ഫുൾ ടാങ്ക് ഉണ്ടല്ലോ? ഇത് കവറല്ലേ? NS-ന്റെ അല്ലേ ഇത്? 700 രൂപ അല്ലേ? ഓക്കെ. ഈ കാണുന്ന ഈ ടൈലൈറ്റ് ഒക്കെ ഇതിൻ്റെ പഴയ ഇത് മറ്റേ നമ്മുടെ സ്പ്ലെൻഡറിന്റെ ഒക്കെ അല്ലേ? ഏറ്റവും പഴയ മോഡലല്ലേ? ഇതൊക്കെ പുതിയ സാധനം തോന്നുന്നല്ലേ? ഇത് വലിയ പഴക്കമില്ലോ. ഇത് നമ്മുടെ സ്പാർക്കിന്റെ ആണ്. ഇത് സ്റ്റീറിംഗ് ബോക്സ്, സ്റ്റീറിങ് ഇതൊക്കെ എന്നാലും ഏകദേശം 600 സെറ്റിനല്ലേ? ഓക്കെ. ഇത് എല്ലാം പുതിയ സാധനങ്ങളല്ലേ? ഈ പുതിയ ഹെഡ്ലൈറ്റ് ഒക്കെ ഏകദേശം എന്നാ വിലയും പുതിയ വണ്ടികളിലൊക്കെ? പുതിയതിന്റെ 10 വില അല്ലേ? ഓക്കെ. പോവല്ലേ? അകത്തേക്കൊന്ന് കയറിയിട്ട് വരാം.
ഇത് മറ്റേ നമ്മുടെ വണ്ടിയുടെ മറ്റേ സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ അല്ല എഴുതുന്നത്. ഇത് ഗ്രില്ലൊക്കെ അല്ലേ 600-ൻ്റെ? ഈ ഗ്രില്ലൊക്കെ എന്നാ വിലയാവും? ഏകദേശം 750 രൂപ, 300-500 രൂപയ്ക്ക് അല്ലേ? ഓരോ വണ്ടികളനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇത് മൊത്തം ഗ്രില്ലാട്ടോ. ഈ കാണുന്നുണ്ട്, ഈ കാണുന്നത് ഇപ്പോൾ മുകളിൽ കാണുന്നത് റെയിൻഗാർഡ് അല്ലേ? ഇവിടെ കുറേ സാധനം ഇങ്ങനെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പുതിയ സ്പെയറും ഉണ്ട്, പഴയ സ്പെയറും ഉണ്ട്. അതായത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് എല്ലാം പുതിയതല്ലേ? ഈ സീറ്റ് കവറൊക്കെ എന്നാ ഉണ്ട്? ഏകദേശം 3000 രൂപ പുതിയതിന്. ഇതിന് 1000 രൂപ അല്ലേ? ഇത് മാരുതി ആണല്ലോ, സുസുക്കി ആണല്ലോ, എല്ലാ വണ്ടികളിലും ഉണ്ടല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ റെയിൻഗാർഡുണ്ട്. ഇതൊക്കെ നോക്കി, ഇത് എർട്ടിയുടെ റെയിൻഗാർഡാണല്ലോ. എർട്ടിക്കടെ ഇതൊക്കെ എന്നാ വില എർട്ടിയുടെ റെയിൻഗാർഡിനൊക്കെ? 400 രൂപ ആളണം. റെയിൻഗാർഡ് എർട്ടിയുടെ ഇത് സ്റ്റിക്കർ സൈസ് ഉണ്ട് നോക്കി. ഇത് കൊള്ളാമല്ലോ. ഇത് റെയിൻഗാർഡ് ഇഷ്ടമുണ്ടല്ലോ ഇവിടെ. ഈ റെയിൻഗാർഡിൽ ഈ പറഞ്ഞ പോലെ ഈ വരെ ഉള്ളല്ലേ? 400-500 രൂപയൊക്കെ ഇവിടെ കിട്ടും എല്ലാ വണ്ടികളും തന്നെ. ഈ ഡാസ്റ്റൻ്റെ ഒക്കെ ഡോറിന് ഏകദേശം എന്നാ വില വെക്കുക? അത് ഈ ഡോറിനൊക്കെ പറഞ്ഞതിന് ഫുൾ സെറ്റ് 5000 രൂപ അല്ലേ? ഫുൾ സെറ്റിന് ഒരു ചളക്കും ഇല്ലടാ നോക്കി, ഒരു സ്ക്രാച്ച് പോലും ഇല്ല നോക്കി. എല്ലാ സാധനവും അതെ കണ്ടോ നോക്കി. ഡിക്കിയുണ്ട്, അതും ഒരു സ്ക്രാച്ച്. സീറ്റിൻ്റെ കവർ പോലും പിടിച്ചിട്ടില്ല. ഇത് അതിൻ്റെ ആണോ? ഇത് ഡാസ്റ്റൻ്റെ ആണോ? ഡാഷ് വരുന്നതല്ലേ? ഈ സെറ്റിനൊക്കെ ഏകദേശം എന്നാ വില എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതല്ല? പവർ സ്റ്റിയറിംഗ് സെറ്റും ഉണ്ടല്ലേ? 10 രൂപയോളം വരും അല്ലേ? പിന്നെ നമ്മുടെ സെക്കൻഡ് ടാങ്കിനൊക്കെയോ സ്റ്റാർട്ടിങ്? ടാങ്കിന് ഇതിന്റെ ടാങ്കൊക്കെ ആണെങ്കിൽ ഇത് 1500 രൂപ. 1500 രൂപ അല്ലേ? ടാങ്കുകൾ ഓമനിയുടെ ടാങ്ക് ആണെങ്കിൽ 1000 രൂപ. 1800 ടാങ്കൊക്കെ എത്ര? 800-ൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് 1000 രൂപ ആവും അല്ലേ? ഓക്കെ. പിന്നെ സൈലൻസറൊക്കെയോ? 300-400-500 സ്റ്റാർട്ടിങ്. മറ്റേ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നമ്മുടെ ഹെഡ് ഇരിപ്പുണ്ട്, എല്ലാ വണ്ടിയുടെ സാധനങ്ങളും. ബൈക്കിലൂടെ പൊളിക്കുന്നുണ്ടല്ലേ? ഇവിടെ ഇഷ്ടംപോലെ നോക്കിയാൽ ഷോക്കുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലെ സംഭവങ്ങൾ എല്ലാ സാധനവും ഉണ്ട്. സൈലൻസറാണ് കൂടുതൽ. ഇപ്പോൾ ബൈക്കിൻ്റെ ഒക്കെ സ്പെയർ ഇഷ്ടംപോലെ അവർ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കി ബൈക്കിൻ്റെ ഇഷ്ടംപോലെ സ്പെയർ കേട്ടോ നോക്കി. ഇതെല്ലാം സൈലൻസറാണ് കൂടുതൽ. അപ്പോൾ ആർക്കിലും വേണേൽ പോരെ 300 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ബൈക്ക് പൊളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഈ സ്പെയർ വേറെ എടുത്ത് കൊടുക്കും ആൾക്കാർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുക്കൂല്ലേ? ഒമിനി അല്ലേ? അല്ലേ? നമുക്ക് ഈ എഞ്ചിനൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ? അതൊക്കെ കൊടുക്കാൻ പറ്റൂല്ലേ? ഈ ബോഡി നമ്മുടെ വണ്ടിയുടെ ബോഡി ആയിട്ടോ കൊടുക്കാൻ പറ്റൂല്ലേ? എല്ലാം നമ്മൾ പേപ്പർ സറണ്ടർ ആക്കിയിട്ടുള്ള പണിയേ ഉള്ളൂ. ആണല്ലേ? ആ പേപ്പർ സറണ്ടർ എല്ലാം നിയമമായിട്ട് ചെയ്യുന്നത്. പേപ്പർ സറണ്ടർ ആക്കിയിട്ട് വെഹിക്കിൾ വന്ന് നോക്കിയ സാധനമാണ് ഇവിടെ അല്ലേ? ഈ ജീറ്റോടെ എഞ്ചിനൊക്കെ ഭയങ്കര വിഷ്വലിക്കുന്ന സംഭവം. അത് എഞ്ചിനൊക്കെ ഉണ്ടോ നോക്കി? അത് ഇതിൻ്റെയൊക്കെ എല്ലാ സംഭവം ഉണ്ടല്ലോ നോക്കി. എല്ലാം ഉണ്ട്. ECM എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ജീറ്റോടെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ജീറ്റോടെ സ്പെയർ കൂടെ വന്നാൽ ഫുൾ വണ്ടി ഉണ്ട് ഇവിടെ നോക്കി. വളരെ പൊളിച്ചുകൊണ്ടിരിക്കുക. എന്ത് വെള്ളം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ വിലയൊക്കെ? ഈ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ മറ്റേ മാരുതി 800-ൻ്റെ ഒക്കെ? അത് 800 രൂപ മുതൽ സ്റ്റാർട്ടിങ് അല്ലേ? നല്ല ഗ്ലാസ് 1000 രൂപ. ഒമിനിയുടെ 1000 രൂപ മുതൽ അല്ലേ? ജീപ്പിന്റെ എഞ്ചിനുകളായി സ്പീഡ് എഞ്ചിനുകളായി. ഈ ജീപ്പിന്റെ എഞ്ചിനൊക്കെ ഇത് മൊത്തം എടുക്കണമെങ്കിൽ എന്നാ വില? ഇതൊക്കെ ഏത് മോഡൽ ജീപ്പിന്റെ? ഇത് 96 ജീപ്പിന്റെ. ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്ക് എന്നാ വില കിട്ടും? ഇഞ്ചിന് എല്ലാം കൂടെ 35 രൂപ. വർക്ക് കണ്ടീഷനിൽ ഇത് ഓക്കെ. ഇത് ജീപ്പിന്റെ സ്പെയർ. ഇത് കുറച്ചൊക്കെ കിട്ടാതെ ഫ്രണ്ട് മൊത്തം ഉണ്ട്. ഈ കിട്ടാതൊക്കെ നല്ല കിട്ടാനുള്ള തുരുമ്പൊന്നും ഇല്ല ഇതിന്. ഇതിനൊക്കെ എന്നാ വില? തുരുമ്പില്ലാത്ത കിട്ടുന്നൊക്കെ സ്റ്റാർട്ടിങ്? നമ്മുടെ ഈ കിറ്റ് മൊത്തം എനിക്ക് വേണമെങ്കിൽ എത്ര വരാൻ പറ്റി? 1000 രൂപയ്ക്ക് മൊത്തം കിട്ടുമോ? 1500 രൂപ എല്ലാം കൂടെ അല്ലേ?